റോൾ ക്യാമറ ആൻഡ് ആക്ഷൻ. ഹലോ ഗൈസ്, വെൽക്കം ടു കാലിക്കിഷാസ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് സിനിമ പോഡ്കാസ്റ്റ് 3 എപ്പിസോഡ് 3 നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സിനിമയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമയാണ് ലൂസിഫർ. അത് എല്ലാവർക്കും തമ്മിൽ കാണുമ്പോൾ അറിയായിരിക്കും. എന്നാൽ ലൂസിഫർ അല്ല, എമ്പുരാൻ. ഓക്കെ, ഇവിടെ LFA പ്രതിനിധീകരിച്ച് അമറും, IFA പ്രതിനിധീകരിച്ച് ജീവനും, ന്യൂട്രൽസിനെ പ്രതിനിധീകരിച്ച് നിതിനും ഉണ്ട്. ഓക്കെ, ഇതൊരു സ്പോയിലർ വീഡിയോ ആണ്. സിനിമ കണ്ടവർ മാത്രം വന്ന് കാണുക. സിനിമ കാണാൻ പോകുന്നവർക്ക് പറയേണ്ടത് നല്ല പടമാണ്, തിയേറ്ററിൽ പോയി കാണുക. സിനിമ കാണാത്തവർ കണ്ടാലും കുഴപ്പമില്ല, മ്യൂട്ട് ചെയ്ത് കണ്ടാൽ മതി. ഞങ്ങൾക്ക് യൂസ് കൂടിക്കോട്ടെ. അതെ, മ്യൂട്ട് ചെയ്ത് കണ്ടു. ബ്രില്യൻ തന്നെ. പറഞ്ഞോട്ടോ സിനിമ എങ്ങനെയുണ്ട്. സിനിമ കാണാൻ പോകുന്നവർക്ക് പറഞ്ഞോട്ട് തിയേറ്ററിൽ പോയി കാണുക. അതെ, ടിക്കറ്റ് എടുത്ത് കാണും. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. അതിലെന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? അതിൽ ഒരു എതിരെ അഭിപ്രായമില്ല. നമ്മള് ടിക്കറ്റ് എടുത്ത പൈസ വസൂൽ സംഭവം തന്നെയാണ്. പക്ഷെ ഓവർ പ്രതീക്ഷയോടെ ആരും പോണ്ട. നമ്മള് ഈ ഹൈപ്പിലൊന്നും പോകരുത്. ലൂസിഫറിന് നമ്മൾ എന്ത് ഹൈപ്പിൽ പോയോ ആ ഹൈപ്പിൽ തന്നെ ഇതിന് പോയി കഴിഞ്ഞാൽ എന്നാലും ലൂസിഫർ പ്രതീക്ഷിച്ച് പോകരുത്. ഇതൊരു വേറെ പരിപാടി. വേറൊരു ഇതിൽ ലൂസിഫറിന്റെ കഥയെക്കാട്ടി കൂടുതൽ സെയ്ദ് മസൂദിന്റെ കഥ അറിയാന്നുള്ളവർ പോവാ. അതിനുവേണ്ടി എല്ലാരും പോവാ. പോയി സെയ്ദ് മസൂദ്. പിന്നെ മേക്കിങ്ങും വ്യത്യാസമുണ്ട്. ലൂസിഫറിന്റെ മേക്കിംഗ് പോലെ ഒരു പരിപാടിയല്ല. സ്റ്റീഫൻ അല്ലേ ഇതിൽ താരം. ഇതില് ഖുറൈശിയാണ്. ഖുറൈശിയുടെ പരിപാടി ഇബ്രാഹിമാണ് ഇതില് പരിപാടി. അപ്പൊ സിനിമ കാണാൻ പോണവര് ഇനി പോയി കണ്ടിട്ട് ബാക്കി വീഡിയോ കാണാനാണ് നല്ലത്. തൊട്ട് സ്പോയിലർ സംഭവങ്ങൾ. സ്പോയിലർ തുടങ്ങാം. അപ്പൊ ഫസ്റ്റ് പറയേണ്ട സംഭവം ലാലേട്ടൻ. ഇതാണ് സ്പോയിലർ ഫ്രീ. സ്പോയിലർ എന്ന് പറയാ ഫസ്റ്റ് തൊട്ടുള്ള സീൻ എന്താണെന്ന് പറഞ്ഞു. ലാലേട്ടന്റെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് പോകും. ലാലേട്ടൻ ഇതിൽ സ്റ്റീഫനായിട്ട് പറഞ്ഞത് വളരെ വളരെ കുറച്ച് ഭാഗത്തേക്ക് മാത്രമാണ്. ടൈം സ്പേസ് ട്രെയിലറിൽ കണ്ട ആ 2 സീന് മാത്രമേ ലാലേട്ടൻ ഇതിൽ വരുന്നുള്ളൂ. അതായത് സ്റ്റീഫനായിട്ട് പറഞ്ഞ ആ 2 സീനുകളേ ഉള്ളൂ. ആ പറഞ്ഞ സീനൊക്കെ ഫയർ. അതുവരെ കൈയടിക്കാതെ നിന്നവര് കൈയടിച്ചു എന്നൊക്കെയാണ് ഒരുവിധം പേഴ്സണൽ റിവ്യൂസ് ഒക്കെ വരുന്നത്. അതിലെ കടവുള്ള പോലെ അതിന്റെ വേറൊരു വെർഷൻ 2 ഇതിൽ വെച്ചിട്ടുണ്ട്. അത് വളരെ പരിപാടിയാണ്. അതൊരു കിട്ടുന്ന പരിപാടിയാണ് റോബോട്ട്. പിന്നെ എനിക്ക് പറയേണ്ടത് കുറച്ചും കൂടെ സ്റ്റണ്ട് അടിപൊളിയാക്കായിരുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നു. സ്റ്റണ്ട് കുറച്ച് പ്രാധാന്യമുള്ള പടം. ഫസ്റ്റ് നമുക്ക് കാണുന്ന സ്റ്റണ്ട് ഒക്കെ ഉണ്ടല്ലോ, ഒരു ഒരു സാധനം എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയൊക്കെ പിടിച്ചോണ്ട് പോയിട്ട് സാധനം അത് കാണുമ്പോ ഒരു ഓറയുണ്ട്. പറഞ്ഞത് ലൂസിഫർ വിചാരിച്ച അങ്ങോട്ട് പോകുന്നത്. പക്ഷെ അതിന് അതേപോലെ തന്നെ പരിപാടി ഇതിനകത്തുണ്ട്. പക്ഷെ ക്ലൈമാക്സ് ഫൈറ്റിലെ സ്റ്റണ്ട് പോരാ. പക്ഷെ മറ്റേ കാട്ട് സീൻ ഫൈറ്റ് സൂപ്പർ. ഫോറസ്റ്റില് ജംഗിൾ പുളി ഐറ്റം അത് സൂപ്പർ. ക്ലൈമാക്സ് കുറച്ചും കൂടെ സൂപ്പർ ഫൈറ്റ് ഒക്കെ ആക്കാന്നുണ്ട് എന്റെ ഒരു ഇത്. കാരണം ഈ സ്റ്റീഫൻ എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമല്ലേ. അയാള് വന്നിട്ട് ഈ എന്തൊക്കെ പിള്ളേരെ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാവുന്നുണ്ടതില്ല. എനിക്ക് ആ ഒരു സമയത്തൊരു ഫൈറ്റ് കണ്ടപ്പോഴത്തേക്കും ലൈറ്റ് ആയിട്ട് മറ്റേ വില്ല് പടത്തിലൊക്കെ ക്ലൈമാക്സ് ഒക്കെ പോലെ അവിടുന്ന് ഇവിടുന്നൊക്കെ വില്ലന്മാര് വരുന്നു, ഇവിടുന്ന് നായകൻ ഭയങ്കര ഗ്യാങ് ആയിട്ട് വരുന്നു. നായകന് നമുക്ക് ഓൾറെഡി അറിയാം, അയാളുടെ വേൾഡും കാര്യങ്ങളും. അയാൾക്ക് ഒറ്റ എതിരാളി അല്ലത്. പക്ഷെ അതിനുള്ള സെക്കൻഡ് പാർട്ടില് തേർഡ് പാർട്ടിൽ വരുമെന്നാണ് പറയണല്ല കാണിച്ചത്. അതിലേക്ക് വരാം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് ഈ പടത്തെ ഏറ്റവും ഇഷ്ടമായത് ഇതിന്റെ ഡയലോഗ്സ് ആണ്. മറ്റു പടത്തിലുള്ള പക്ഷെ പല ആൾക്കാർക്കും കൊള്ളുന്ന രീതിയിൽ എല്ലാവർക്കും തെറ്റല്ല എഴുതിയേക്കുന്നത്. ഇല്ലാത്ത കാര്യം ഒന്നും എഴുതിയേക്കുന്നത്, ഉള്ള കാര്യം തന്നെയാണ് ഡയലോഗ്സ്. പിന്നെ വേറെ കാര്യം വേണ്ട. ഇനി സ്പോയിലർ ബ്രോ, സ്പോയിലർ പറഞ്ഞാലും കുഴപ്പമില്ല. ഇതിൽ നമുക്ക് തോന്നുന്നൊരു ഡൗട്ട് ഉണ്ട്. അതായത് ഇതിലെ നമ്മുടെ ലാലേട്ടന്റെ ഒരു ചാരനുണ്ട്, മറ്റേ ബോറിസ് ലണ്ടന്റെ പ്രസിഡന്റ് സെക്രട്ടറി എന്താണ് അവരുടെ മറ്റേ ഇത് എന്തോന്ന് സെക്യൂരിറ്റി ഏജന്റിന്റെ ആളോ? സെക്യൂരിറ്റി ഏജന്റ് പിന്നെ അല്ല, അയാൾ അവിടുത്തെ മറ്റേ സെക്യൂരിറ്റി സംഭവമാണ്. അതായത് മറ്റേ എന്തോന്ന് CID പോലത്തെ ഒരു പരിപാടി. അയാള് ഈ ലാലേട്ടൻ മരിച്ചൊരു സീനുണ്ട് കേട്ടോ. അതായത് മരിക്കുന്ന ഒരു സീനുണ്ട്, ഐ മീൻ ഫേക്ക് ഡെത്ത്. അതിന് ഞാൻ പറഞ്ഞില്ലേ, ഇയാള് താഴെ ബേസ്മെന്റിൽ പോയിട്ട് ഒരാൾക്ക് മെസ്സേജ് അയക്കും. ലാലേട്ടൻ ചത്തെന്ന് ഇയാൾ വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ ഇയാൾ ആർക്കാണ് മെസ്സേജ് അയക്കുന്നത്? അതാണ് നിഗൂഢത. യെസ്, അത് പലരും നോട്ടീസ് ചെയ്യാൻ മറക്കും. ഗ്യാങ്ങിലെ 13 പേരുടെ ഡെഡ് ബോഡി ഇട്ടിട്ടുണ്ട്. ഓൾ ഓവർ ബ്ലാക്ക് മെൻസ് എന്ന് പറയും.
ഇപ്പൊ അത് ഒരു എന്തോന്ന് അവരെ ടീമിലുള്ള ആള് തന്നെ പറയണമെങ്കിൽ നോർമൽ ആയിട്ട് ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി. അയാൾ ഈ ലാലേട്ടനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ആ സ്ഥലം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, നമ്മളെ കാണിച്ച സ്ഥലത്തൊക്കെ. പക്ഷെ ലാലേട്ടൻ ഡെത്തായിന്നതിന് ശേഷവും പുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരോട്? അത് ഈ റിപ്പോർട്ടൊക്കെ കൊടുക്കുന്നു, ഈ റിപ്പോർട്ട് പുള്ളി കിട്ടുന്നത് ആരോട്? അത് ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ്. പിന്നെ ഇനിയത് സയ്യിദ് മസൂദാണ്. സയ്യിദ് മസൂദ് അല്ല, മസൂദ് എന്നാ സയ്യിദ് മസൂദ് അല്ലേ അവിടെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയത്. അതെ അതെ. പക്ഷെ വേറൊരു കാര്യം പറയാൻ വന്നല്ലേ പറഞ്ഞു. പിന്നെ കേരളത്തിൽ ഇട്ടാവട്ടത്തുള്ള കുറച്ച് പേരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡെത്ത് ഫേക്കാക്കാൻ വേണ്ടി മാത്രം. അത് പുള്ളി അതിനല്ല. പുള്ളി എബ്രാഹിം ഖുറേഷി എബ്രാഹിം എന്ന് പറഞ്ഞ ഗ്യാങ്സ്റ്റർ ഇത്രയും കാലം ആരാണെന്നോ എന്താണെന്നോ ആർക്കും പറഞ്ഞോ, അയാൾ ഒരു ഫോട്ടോ പോലും ഇല്ല. ഇതിന് ലാലേട്ടൻ ഇതില് അയാൾ ആരെന്ന് വെളിപ്പെടുത്തി. അതെന്ത് ഫേസ് റിവീൽ ചെയ്ത് ഖുറേഷി എബ്രാഹിം ആരാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഫേസ് റിവീൽ ആൾമോസ്റ്റ് എല്ലാ ഇന്റലിജൻസ് സെക്യൂരിറ്റി വിങ്സിനും കിട്ടാത്ത സീൻ സൂപ്പർ ആയിരുന്നു. അയാള് പുള്ളിക്ക് അറിയാം, പുള്ളി ഹീസ് അണ്ടർ സർവൈലൻസ്. സോ തിരിഞ്ഞ് ക്ലാസ് ഒക്കെ ഇതാണ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് ഈ കേരള രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് അവിടെ ഒരു സംഭവം നടത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവിടെ ഒരു റിവെഞ്ചിന് വേണ്ടിയിട്ടാണ് പുള്ളി. ഇതിനകത്ത് കുറെ പരിപാടിയുണ്ട്. ഒന്നുകിൽ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം റീവാച്ച് ചെയ്യുമ്പോൾ കുറെ സാധനങ്ങൾ കിട്ടും. ഇതില് മൈന്യൂട്ടായിട്ട് കുറെ പരിപാടിയുണ്ട്. അതായത് ഈ ഗോവർദ്ധന വെച്ചിട്ടാണ് മാക്സിമം പുള്ളി മറ്റേ കരിക്കൾ നീക്കണത്. എന്തിരിക്കണേ ഗോവർദ്ധനെ കിട്ടാൻ എന്ത് പാവം ചെറുക്കൻ. അവനെന്തോ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നല്ലേ? അവൻ കണ്ടുപിടിച്ചത് തെറ്റാണ്. എന്തോന്ന് കണ്ടുപിടിച്ച പറ. മറ്റേ ഇത് ബജ്രംഗി ഗ്യാങ്ങിന്റെ കൂടെ ഒരുത്തനില്ലേ, കിഷോർ. എടാ പുള്ളിക്ക് ഓൾറെഡി അറിയാം. ഏതായാലും നമ്മൾ രണ്ടാമത് കാണണം. പുള്ളിക്ക് അറിയായിരിക്കും. അതുകൊണ്ടല്ലേ മോഹൻലാല് പറയണ ഓരോ സമയത്ത് അയാളെ വിളിച്ച് പറയുന്നു. അല്ലാതെ എന്റെ പൊന്നു കിഷോർ നിനക്ക് വേണ്ടി പറയുന്നത് അറിയൂലല്ലോ. ഇതിൽ കുറെ പരിപാടി ഉണ്ട്. പക്ഷെ ഭയങ്കര സ്ലോ ആയിട്ടാണ് ഫേസ് ചെയ്താണ് പോണത്. എന്ന് വെച്ചാൽ ഇതിൽ തന്നെ ഖുറേഷി എബ്രാഹിം ആരെന്ന് ഒരു സെക്കൻഡ് ഹാഫിൽ എല്ലാം വെളിപ്പെടുത്തി കൊണ്ട് കുറച്ച് കാണിച്ചാൽ മതി. ഫുള്ള് കാണിക്കണമെന്ന് പറയണില്ല. ഇപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് പാർട്ട് കാണുന്നവരെല്ലാരും കൂടെ ചാടി എഴുന്നേറ്റ് പോയതിന്റെ ഹൈപ്പിന് കാരണം ഖുറേഷി എബ്രാഹിം ആരെന്ന് അറിയാൻ വേണ്ടിയാണ്. അല്ലേ? ആരാണായോ ഈ ആരാണായോ ആ സാധനം ഇതില് വന്നില്ല. ലാസ്റ്റ് വന്നിട്ട് ഒരു ചെറിയ പിന്നിട്ട് പറഞ്ഞിട്ട് പോയേ ഉള്ളൂ. അടുത്ത പാർട്ടിൽ ഖുറേഷി എബ്രാഹിം ആരാന്ന് വെളിപ്പെടുത്താൻ പോണത്. ഞാനും അത് തന്നെയാണ്. ഞാനും അത് തന്നെയാണ്. നാട് വിട്ടു പോയ റീകൺസ്ട്രക്ഷനും ഗ്യാങ്ങിനെ അറിയേണ്ട ആവശ്യമില്ല. അയാളെ അറിയാൻ വേണ്ട ആവശ്യം. നമുക്ക് അതിനല്ല. നമുക്ക് പ്രധാനമായിട്ട് ലാലേട്ടൻ എങ്ങനെ അവിടത്തെ കില്ലാടിയായി. ലാലേട്ടൻ അൽഫാം മന്തി പ്രതീക്ഷ നമ്മൾ പോയി. മന്തി റൈസ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അൽഫാം എടുത്തു തന്നു. അത്രേ ഉള്ളൂ. എനിക്ക് ആക്ച്വലി ആ പൃഥ്വിരാജിന്റെ സ്റ്റോറി വേണം ഇതിലുണ്ടായിരുന്നില്ല. ഞാൻ എന്നോട് പറയുകയും ചെയ്തു. അങ്ങനെ സ്റ്റോറി കാണിക്കണമെന്നല്ലോ, അല്ലെങ്കിൽ ഒരു കഥ പറയുന്ന. സയ്യിദ് മസൂദ് ഇതില് പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ നമ്മള് ഈ വെബ് സീരീസ് കണ്ടിട്ടില്ലേ, ഇതൊരു ഫ്രാഞ്ചൈസിയാണ്, ഒരു ഒറ്റ പടമല്ലല്ലോ. ഈ പ്രധാന പടത്തിലുള്ള ആൾക്കാരെ വെച്ചിട്ട് തന്നെ എടുക്കുക. ഇവർ തന്നെ ആണെങ്കിൽ ഇതിനകത്ത് ഒരാളെ സ്പിൻ ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു പടം വേറെ ചെയ്യാം. സയ്യിദ് മസൂദിനെ മാത്രം വെച്ചൊരു പടം ചെയ്യാം. സ്പിൻ ഓഫ് പോലെ ഒരു സ്റ്റോറി പറയണത് ഒരു സാധാ റിവെഞ്ച് കഥ ആണ് എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ഓക്കെ, അത് നമ്മളല്ല. അതാണ് ഇതിന്റെ ഏറ്റവും ഒരു വീക്ക് പോയിന്റ് ആയിട്ട് എല്ലാവർക്കും ഭയങ്കര ഇതായി പോയത്. വർഷങ്ങളോളം കാത്തിരുന്ന് പുള്ളി കേരളത്തിൽ വരാനും കേരളത്തിന്റെ ഒരു എതിരാളിയല്ല ഇപ്പോഴത്തെ വില്ലൻ. അത് ഭയങ്കരമായിട്ട് നമ്മൾ ബോബി എന്ന് വെച്ചാൽ സ്റ്റീഫനെ തളർത്താൻ വേണ്ടി എന്തും ചെയ്യാൻ കഴിവുള്ള ഒരുത്തനാണ്. ആ തളർത്തിക്കൊണ്ടേയിരിക്കും അതില്. പക്ഷെ ഇതില് ലാലേട്ടൻ ആരും ഖുറേഷി എബ്രാഹിം ആരും തളർത്തില്ല. അവസാനം വന്ന് മറ്റേ എന്തോന്ന് കൊറിയൻ വില്ലൻ അവൻ മാത്രം വന്ന് തളർത്തിയിട്ട് പോയി. അതായത് മനസ്സ് ഒലച്ചെന്ന് പറഞ്ഞ രീതി പറയാം. എന്തോന്നു എനിക്കറിഞ്ഞൂടാ. അതിനെ ബ്രദറിനെ കൊന്ന് അയാളെ തളർത്താൻ അയാൾക്ക് മാത്രമേ പറ്റുള്ളൂ. ബ്രദറിനെ എന്ന് പറയുന്നത് അത് നേരത്തെ ലാലേട്ടൻ ഇങ്ങനെ നോക്കും. നമ്മളും അതിനെ വിചാരിക്കും. അപ്പൊ ടോബിനെ പോയെന്നല്ല നമ്മളെ കഥയിൽ കേരളത്തിലെ ചീഫ് എന്താണ് ടോബിനെ കൊല്ലാത്തതെന്ന് നീ പറ. എന്താ വൈ ഖുറേഷി എബ്രാഹിം ടോബിനെ കൊല്ലാതെ? നീ ഇന്നലെ സുഷിനും കൂടെ കുറെ അടി ഉണ്ടാക്കില്ല. എന്തിന്? ടോബിനോ അതായത് ഫസ്റ്റ് പാർട്ടിൽ തന്നെ മോഹൻലാൽ പറയണ്ട യുദ്ധം വലിയ തിന്മയും ചെറിയ തിന്മയും അതുകൊണ്ടൊന്നും അല്ല. ടോവിനോ ആക്ച്വലി ടോവിനോ അഴിമതി ചെയ്തിട്ടില്ല.
അഴിമതി പുള്ളി അഴിമതി ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യം തൊട്ടേ പറയുന്നുണ്ട് 5 വർഷം അവൻ ചെയ്ത അഴിമതി അവൻ ആ സ്റ്റേജിൽ നിന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാതിരിക്കാനായിരുന്നു താല്പര്യം, പക്ഷെ കൂടെയുള്ള ആൾക്കാരെ അതിന് സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് അത്ര ജനങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോ. അവിടെ ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യൻ വന്നിട്ട് ക്യാമറ ഫ്രണ്ട് ഞാൻ അങ്ങനെ ആവാൻ ചാൻസ് ഇല്ലല്ലോ. ഇപ്പൊ ലാലേട്ടൻ വിടുന്നുണ്ടെങ്കിൽ അതില് ലാലേട്ടന്റെ ഒരു സീനുണ്ട്. പറഞ്ഞു പറഞ്ഞ സീനൊന്നും മറ്റേ ലാലേട്ടൻ ഇവനെ കാണാൻ വേണ്ടി വരൂലേ, ഇവനെ കാണാൻ വേണ്ടി വരാൻ നേരത്ത് ലാലേട്ടനാണ് കൊണ്ടുവന്നത് ആരെ, ടോവിനെ. ചതിക്കൂല, നമ്മളെ നാട് രക്ഷിക്കാൻ പറ്റുമെന്ന് ലാലേട്ടൻ ഭയങ്കരമായിട്ട് വിശ്വസിച്ചു. ലാലേട്ടന്റെ കൂടെ തന്നെ തൂക്കിയതാണ് മറ്റവനെ, മറ്റേ അവന്റെ അനിയനെ, ബജരംഗിയുടെ അനിയനെ. അവന്റെ അവസ്ഥ ഉണ്ടല്ലോ. അതായത് ലാലേട്ടനെ ഭയങ്കരമായിട്ട് വിശ്വസിച്ചു ഫസ്റ്റ് പാർട്ട്, നമ്മുടെ നാടിനെ ഇവ രക്ഷിക്കും, അവിടെ നിന്ന് ഇവന്റെ ഭദ്രമായിട്ട് കൊടുത്തിട്ട് പോവാന്ന്. അങ്ങനെ പോയ സ്വന്തം അനിയൻ ഇങ്ങനെ ചെയ്തപ്പോ അയാൾക്ക് സഹിക്കാൻ വയ്യ. അയാൾക്ക് മനസ്സറിഞ്ഞ് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഇയാളെ കണ്ണ് നോക്കിയാൽ മതി. ആ ഷോട്ടിൽ വെച്ചോ അതിനാ കണ്ണ് ഭയങ്കര നിറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ ആ ക്യാരക്ടർ പൊട്ടിക്കരയാൻ പറ്റാത്തതുകൊണ്ട് ഉള്ളിൽ ഒതുക്കിയിരിക്കും. ഫ്രണ്ട് റീവാച്ച് ചെയ്താണ് കണ്ണിന്റെ ഇവിടെയൊക്കെ നല്ല ഇത് എന്തോന്ന് ഭയങ്കരമായിട്ട് നമ്മള് കണ്ണ് നിറഞ്ഞിരിക്കും. പക്ഷെ പുള്ളി ആ ക്യാരക്ടർ ഖുറൈഷ് അബ്രഹാമാണ്, ഡോണാണ്. ആ സംഭവത്തിന് ഇത് വിടാതിരിക്കാൻ വേണ്ടി പുള്ളി മാക്സിമം പിടിച്ചു നിൽക്കുന്നതാണ്. ഫ്രണ്ട് കാണാൻ പറയാം സ്വന്തം അനിയൻ ചെയ്ത്. അതുകൊണ്ടാണ് ലാസ്റ്റ് നിന്റെ പറഞ്ഞത് 2 ഓപ്ഷൻ, ഒന്നേലും നിനക്ക് ഇവിടെ ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ ഇതിലെന്താ വെച്ചപ്പോ നമ്മള് ലൂസിഫർ എടുക്കാൻ വിചാരിക്കും. അതിലെന്തുകൊണ്ടാണ് ബോബിനെ അവൻ എതിർക്കുന്നത്? ബോബി ഓൾറെഡി വില്ലനാണ്. വർമ്മ സാർ ഇവനെന്ന് പറഞ്ഞ തട്ട് അതല്ല, പാർട്ടി ചെയ്യുന്ന അഴിമതിയോ സംഭവങ്ങളല്ല ആക്ച്വലി ലാലേട്ടനെ ഇതാക്കുന്നത്. വർമ്മ സാർ കൂട്ടുപിടിക്കുന്നത് അങ്ങനെ ഒരു ടീമിനെ ആയതുകൊണ്ടാണ്. ലൂസിഫറിലെ അതൊന്നുമല്ല, ബോബി ആണെങ്കിൽ ബോബിക്ക് പാർട്ടി വളരണമെന്നല്ല, ബോബിയുടെ കാര്യമല്ല പറഞ്ഞേ. പാർട്ടി എന്താണ് ചെയ്യുന്നത്? വർമ്മ സാർ എന്താണ് ചെയ്യാൻ പോകുന്നത്? ബോബിനെ പിടിച്ച് ഫണ്ടിങ് ചെയ്യാൻ വേണ്ടിട്ട് ആൾക്കാർ കൂട്ടാൻ. അത് വർമ്മ സാറല്ല, ബോബിയാണ് വർമ്മ സാറിനെ പിടിച്ച് യൂസ് ചെയ്യണത്. വർമ്മ സാറിന് അത് ആവശ്യമുണ്ടല്ലോ. പക്ഷെ അതുകൊണ്ടാണ് വർമ്മ സാറിന് ഫണ്ട് കിട്ടിയാൽ മതി. അയാൾ ഈ കേരളത്തിൽ കിടന്ന് ചുറ്റി കിടക്കുന്ന ലാസ്റ്റ് വരെ വർമ്മ സാറിന് അറിയത്തില്ലായിരുന്നു ബോബിക്ക് എവിടുന്നായി ഫണ്ട് വരുന്നത്. അതറിയണ്ട. അതേപോലെ തന്നെ അതേ സിറ്റുവേഷൻ തന്നെയല്ലേ ഇവിടെ ടോവിനോക്ക് ഉണ്ടായിരിക്കുന്നത്. ടോവിനോക്ക് എന്താ പാർട്ടി വളരണം, സ്വന്തം രീതിയിൽ വളരണം. അതിന് ടോവിനോ ഒരു തെറ്റായ ടീമിന്റെ കൂടെ കൂട്ടുകൂടി. പാർട്ടി വളരണമെന്നല്ല, പുള്ളിക്ക് സ്വയം വളരണം. അതുകൊണ്ടാണ് അവൻ പാർട്ടി സ്പ്ലിറ്റ് ആക്കിയത്. പുള്ളിയുടെ സംസ്കാരം വളരണം എന്നാണല്ലോ. അതുകൊണ്ടാണല്ലോ തെറ്റായ ഒരു ടീമിനെ കൊണ്ടുവരുമ്പോ മുമ്പ് ചെയ്ത ലാലേട്ടൻ എന്താണോ ബോബിനെ ചെയ്തത്, അതേപോലെ തന്നെ തെറ്റായ എന്തിനാണോ പിടിച്ചത് വലിയ തിന്മയെ ഇല്ലാതാക്കുന്ന ലാലേട്ടൻ ചെയ്തിട്ടുള്ളൂ. മനസ്സിലായി? ചെറിയ തിന്മ അപ്പോഴും ഉണ്ട്. ചെറിയ തിന്മയോട് പോയി ജീവിച്ചോളം പറയുന്നുണ്ട്. മറ്റേതിലും ചെറിയ തിന്മയോട് ജീവിച്ചോളം തന്നെ പറയുന്നത്, വലിയ തിന്മയെ കൊല്ലുന്നുള്ളൂ. മനസ്സിലായി? അതാണ് ഞാൻ പറഞ്ഞത്. ഓ ശരി, ആയിക്കോട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞ ലാലേട്ടൻ നമ്മളെ കൊല്ലാത്തതിന്റെ കാരണമുണ്ട്. ലാലേട്ടന്റെ കണ്ണ് കണ്ടാൽ മനസ്സിലാവുന്നതാണ് പറയുന്നത്. വൈ ലാലേട്ടൻ ടോവിനോയെ കൊന്നില്ല. അതിനുള്ള കാരണം അത് അയാൾ പറയാതെ തന്നെ അറിയാം. സ്വന്തം അനിയനായിട്ട് കണ്ട ഒരാള് അവൻ ചെയ്ത തെറ്റ്, നീ പറഞ്ഞത് തെറ്റാണ്. 2 തട്ടായിട്ട് വിടാനുള്ള കേസുള്ളൂ ടോവിനോയ്ക്ക്. അതുകൊണ്ടാണ് അങ്ങനെ വിട്ടത്. ഇനിയിപ്പം ഇനി ആ സമയത്ത് തന്നെ അവനെ വെറുതെ വിട്ടായിരുന്നെങ്കിൽ അവൻ വീണ്ടും ബജരംഗിയുടെ അടുത്ത് വന്നിട്ട് വീണ്ടും കൊളാബ് ചെയ്തിട്ട്. പിന്നെ ബജരംഗി എന്ന് പറയുന്ന ഒരാളെ അല്ലല്ല ഖുറൈഷ് അബ്രഹാം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കളഞ്ഞാൽ തീരെ. അവസാനം ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഇവനെ തീർക്കാം, പക്ഷെ പൃഥ്വിരാജിന് വേണ്ടിട്ട് മാറ്റി വെച്ച്. ഞാൻ പറയണം, ഇപ്പൊ എല്ലാരും ചോദിക്കും എന്തിനാണ് ഒരു പ്രതികാരത്തിലാണ്. ഞാൻ പറയണം, പുള്ളി ഒരു ഡയലോഗുണ്ട്, നിന്റെ പ്രതികാരം നിന്റേത് മാത്രം അല്ലാത്ത സമയത്തെ ഞാൻ ചെയ്യും. അതായത് അയാൾ ആ നേരത്ത് പൃഥ്വിരാജിന്റെ മാത്രം പ്രതികാരമല്ല, ഈ വളർന്ന് ഇനി നശിപ്പിക്കാൻ ഒരു ഭാഗത്തിന് ഒരാളാവുമ്പോ ഇവന് തീർക്കാവും. ചുമ്മാ എല്ലാരും കൊല്ലാൻ പുള്ളിക്ക് താല്പര്യമില്ല. മനസ്സിലായോ? എല്ലാരും കൊന്നുവന്നുണ്ടോ. പിന്നെ ഒരു മെമ്മറി കാർഡിന്റെ കേസ് മനസ്സിലായോ? ഒരു മെമ്മറി കാർഡിന്റെ കാര്യമുണ്ട്. മെമ്മറി കാർഡിന്റെ സീനുണ്ട്. പിന്നെ മെട്രോ സ്റ്റേഷനകത്ത് മെമ്മറി കാർഡ്, മെമ്മറി കാർഡിനകത്ത് എന്തോ ഉണ്ടെന്ന് ഇതൊരു കാണിക്കില്ല. അതെന്ത് കാണിക്കാത്ത കാണിച്ച എനിക്ക് ഓർമ്മയില്ല. അതായത് മെട്രോ ട്രെയിനിൽ ഒരു കൊടുക്കണല്ലേ ഉള്ളൂ. അത് ചെക്ക് ചെയ്ത് നോക്കത്തില്ലേ? ചെക്ക് ചെയ്യണമെന്ന് കാണിച്ചിട്ടില്ലല്ലോ. എനിക്ക് തോന്നുന്നു ആ മെമ്മറി കാർഡിനകത്ത് മറ്റേ ഇവളുടെ ഉണ്ടല്ലോ, ഹസ്ബൻഡിന്റെ ഹസ്ബൻഡല്ല കൂട്ടുകാരന്റെ ഇവര് അമ്മയുള്ള ഫോട്ടോസ് ആയിരുന്നു. ഹസ്ബൻഡ് അല്ലേ, അവളെ ഹസ്ബൻഡാ. അത് ഫ്രണ്ട് എന്നാ പറയുന്നത്. ഫ്രണ്ട് അല്ല, റോബർട്ട് അല്ലേ? റോബർട്ട് ഇസ് മൈ ഫ്രണ്ട് എന്നാ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഫ്രണ്ട് എന്നാണ് പറഞ്ഞോണ്ടി. പക്ഷെ അവളുടെ ഇമോഷൻസ് കണ്ടു കഴിഞ്ഞാൽ ഒരു തോന്നലുണ്ട്. അത് ശരിയായിരിക്കും. പക്ഷെ അതിനു വേണ്ടി പക്ഷെ മെട്രോ സ്റ്റേഷനൊക്കെ കൊണ്ടുവച്ചില്ല ലാലേട്ടൻ കില്ലാടിയൊക്കെ ഇല്ലേ?
കുറേ സ്ഥലമുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഒരു മെട്രോ സ്റ്റേഷന്റെ സെക്യൂരിറ്റിയെക്കാട്ടിലും ഹൈ ലെവലിലുള്ള സെക്യൂരിറ്റീസ് ആണ് അവിടുത്തെ സെക്യൂരിറ്റീസ്. അവിടെ വേറെ ഒരു ബോഡി കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് സെൻസേഷൻ ആക്കണമെങ്കിൽ അതും ആ ഇരു ചെവി അറിയാതെ സെൻസേഷൻ ആക്കണമെങ്കിൽ ഒരു ചാരനുണ്ട്. അത് മറ്റൊരു ടീമിൽ ഒരു ചാരുണ്ടായിരുന്നില്ലേ? എല്ലായിടത്തും ചാരനുണ്ട്. ഫസ്റ്റ് കഥയിലാവും പറയില്ല, ബൈജു പറയില്ല അവിടെ ഒരുത്തനുണ്ടെങ്കിൽ ഇവിടെ ഒരുത്തനുണ്ട്. ബൈജുവിന് സ്റ്റീഫനെ മാത്രമേ അറിയാവൂ. സ്റ്റീഫന്റെ അപ്പുറമുള്ള ഒരു ഖുറേഷി എബ്രാഹിം ഗ്യാങ്ങിനെ കുറിച്ച് അറിഞ്ഞു? ഇല്ല, അറിയില്ല. ഞാൻ വിചാരിച്ചു ബൈജുവിനും എന്തെങ്കിലും പരിപാടിയൊക്കെ കാണുമോ. പിന്നെ ക്ലൈമാക്സിലൊരു ഗസ്റ്റ് റോളൊക്കെ ഉണ്ടല്ലേ എല്ലാരും. ബൈജുവിന്റെ ഡയലോഗ് ഉണ്ട്, പുള്ളി അടിപൊളിയാ. നിങ്ങളൊക്കെ അച്ഛനും മക്കളും. പുള്ളിക്ക് ഭയങ്കര പാർട്ടി ആയിട്ടുള്ള സ്നേഹമുണ്ട്. പിന്നെ ഇതിന് വർമ്മ സാർ നല്ലവനായി 2 കൊട്ടു കൊട്ടിയപ്പോ ശ്രദ്ധിച്ചായിരുന്നു. അല്ലെങ്കിൽ അതേനെ ഇല്ല, ആരെങ്കിലും മറ്റേ നേർവഴി കൊടുക്കണം നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എന്തോ പറഞ്ഞല്ലോ, നേർവഴി കൊടുത്തു പോയാൽ ജീവിച്ചൊക്കെ പോകും. അത് പുള്ളി. പിന്നെ ആ മറ്റേ ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഓപ്പോസിറ്റ് പാർട്ടിക്കാർ രണ്ടുപേരും അങ്ങോട്ട് നിങ്ങൾ എന്ത് ചെയ്ത്? നമ്മളൊന്നും ചെയ്തില്ല. ഉത്തരം അറിയാത്തവനും ഉത്തരം ഇല്ലാത്തവനും ഒരു ഉച്ചകോടി. അത് കിടിലൻ ഡയലോഗായിരുന്നു. ഡയലോഗിനെക്കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇയാളെ ഈ ചായ മേടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് സംഭവം 3 മണിക്കൂറൊക്കെ സിമ്പിൾ ആയിട്ട് പോകും. മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കൊണ്ട് പാട്ട് കുഴപ്പമില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുറച്ചും കൂടെ സെറ്റപ്പ് ആക്കായിരുന്നു. പക്ഷെ എനിക്ക് മറ്റേ ആ ബജ്രംഗി ടോവിനും കൂടി ഒന്നിക്കണ ടൈമില് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ സീനെ ഭയങ്കര ഇതായിരുന്നു. ആ പൊടി എടുക്കുന്ന സീനുകളും അത് ഈ പൃഥ്വിരാജിന്റെ എലിവേഷൻ ഒക്കെ ഭയങ്കര സൂപ്പർ. അത് ഈ പുള്ളി എല്ലായിടത്തും പോയി പഠിച്ചോണ്ടായി. പിന്നെ മ്യൂസിക് പൃഥ്വിരാജിന്റെ ഫിലിം മേക്കർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൂസിഫറിന്റെ ചെറിയൊരു പോർഷനേ ഉള്ളെങ്കിലും ആ ഹെലികോപ്റ്ററിന്റെ താഴ്ന്നൊരു ഷോട്ട് ഉണ്ടായിരുന്നു. ഇതിനകത്ത് ബുള്ളറ്റ് വീഴുന്നത് അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അത് റീലോഡ് ചെയ്തിട്ട് വന്ന് നിൽക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. എല്ലാം കൊള്ളാം. പക്ഷെ അത് ഞാൻ കുറച്ച് നോട്ട് ചെയ്ത്, ഞാൻ അങ്ങനെ രീതി കണ്ടിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ഇംഗ്ലീഷ് കാണുമ്പോൾ മനസ്സിലായി. പക്ഷെ ഒരു മലയാള പടത്തിൽ ഇങ്ങനെ ഒരു സാധനം കൊണ്ടുപോയിരിക്കാൻ എന്തോ ഒരു ഹെലികോപ്റ്റർ ഒന്ന് വെടിവെക്കുന്ന ഒരു സീനങ്ങ് എടുക്ക്. അതിങ്ങനെ എടുത്താൽ വരും. പക്ഷെ ഇവിടെ ഇങ്ങനെ വെച്ച് അവിടെ ഫിലിം മേക്കറിന്റെ കഴിവെന്ന് പറയുന്നത് പുള്ളിക്ക് ഭയങ്കര പ്ലാൻ. ഓരോ ഷോട്ടും എടുത്ത് വെച്ച് ഇങ്ങനെ കാണാൻ വേറെ പുള്ളി ഭയങ്കരമായിട്ട് പഠിച്ച് 10 പടം ചെയ്ത ഒരാളെ പോലെയാണ് ചെയ്യുന്നത്. ലൂസിഫർ ചെയ്യുമ്പോഴും അങ്ങനെയല്ല. ലൂസിഫർ വേറൊരു മൂഡാണ്, ഇത് വേറൊരു യൂണിവേഴ്സ് വേറെ. അത് ഇതിലൊരു 10% പഠിച്ചെങ്കിൽ ഇയാള് ബാക്കി 90% ഇതിനകത്തിട്ട് പ്രയോഗിച്ച്. എൽത്രയിൽ ഇനി ഇതിനെക്കാട്ടിയും ഗ്രാൻഡ് ആവും കണ്ടോ. ഇതില് പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഇതില് മുരളി ഗോപി ആദ്യം ഒരു എന്തോന്ന് ഇൻട്രോ ഉണ്ടല്ലോ, ഒരു വോയിസ് ഓവർ പറയുമല്ലോ, ഗോഡ്സ് ആക്സസ്. വേറെ ലൂസിഫർ ആക്സസിൽ ഖുറേഷി എബ്രാഹിം മാത്രമേ ഉള്ളൂ. ഈ ഗോഡ് ആക്സസിൽ ഈ കബൂക ഗ്യാങ്, ആഫ്രിക്കയിൽ ഒരു കബൂക ഗ്യാങ് ഉണ്ട്, ചൈനയിൽ ഒരു ഗ്യാങ് ഉണ്ട്, ഇനി ഒരു ഗ്യാങ് കൂടെ ഉണ്ട്. ആ ഗ്യാങ്ങിലെ വില്ലനും കൂടെ വരും. ഹെലികോപ്റ്റർ ഇറങ്ങി ഒരു വട്ടം വന്നു. ഇതില് 3 ഗ്യാങ് ഉണ്ട്. ഈ 3 ഗ്യാങ് വരും. അതില് കബൂക ഗ്യാങ്ങിനെ കൊന്നു. കബൂക ഇനി അതിന്റെ വേറൊരു ലീഡർ, ഇനി വേറെ ലീഡർ. എന്ത് ബ്രോ ഇവിടെ വന്നേ? അത് തണ്ണിക്കാൻ പോടാ വന്നേന്ന് പറയുന്ന പോലെ കബൂക ഗ്യാങ് അടിപൊളിയാ. പക്ഷെ ഇതിൽ കുറച്ചും കൂടെ അടിപൊളിയാക്കണമെങ്കിൽ ആ ചൈനീസ് വില്ലനെ ആദ്യമേ കൊണ്ടുവന്നിട്ട് ഈ മറ്റേ ബജ്രംഗിയൊക്കെ സപ്ലോട്ട് ഇട്ടാ തീരാളെ. അങ്ങനെ വരുമ്പോ ഇന്റർവെല്ലിന് ബജ്രംഗിയെ കൊന്നു കഴിഞ്ഞാൽ എന്നാ കുറച്ചും കൂടെ ഹൈ എലിവേഷൻ കയറും, പൊങ്ങി. ഇത് ഫസ്റ്റ് ഫുള്ള് സെറ്റപ്പാണ്. 1.5 മണിക്കൂർ ഫുൾ ഇങ്ങനെ സെറ്റപ്പ്. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ എലിവേഷൻ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വാർ സമയത്ത് പഞ്ചായത്തിൽ പോയി അതിരുതർക്കം ഉണ്ടാക്കിയ ഒരു ഫിലിം. പട്ടം കൊള്ളാം, തിയേറ്ററിൽ പോയി കാണണം. മസ്റ്റ്. ആ ചൈനീസ് ഫിലിം വന്നിട്ടൊരു ഫൈറ്റ് ഒക്കെ നടത്തി അങ്ങനെയൊക്കെ പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അവിടെ അത് നടക്കുമ്പോൾ ഇവിടെ വന്നിട്ട് എടാ പിന്നെ വേറെ കാര്യം, എല്ലാത്തിനും ബഡ്ജറ്റ് നമ്മുടെ സാധനം. ഇത്രയും ബഡ്ജറ്റിൽ ഇത്രയൊക്കെ ചെയ്ത പുണ്യം. ഇനി ഇതിനപ്പുറം ഒരു ബഡ്ജറ്റിലിട്ട് ചെയ്യാൻ പറ്റുമല്ല. ഈ ചൈനീസ് ഫിലിം 2 ദിവസം ഗസ്റ്റ് റോളിന് വന്നാൽ കൊടുക്കുന്ന പൈസ അല്ല ഒരു ഫുൾ പടത്തിന് കൊടുക്കുമ്പോ. മനസ്സിലായ? ആ ഗ്രാഫ് അങ്ങ് മാറും. അവനവിടത്തെ പൈസ ആയിരിക്കും ഇവിടത്തെ 50 കോടി രൂപയ്ക്ക്. അതൊക്കെ കൊടുക്കാൻ പറ്റണ്ടേ നമുക്ക്. ഇതിന്റെ ഒക്കെ വിജയത്തിനകത്ത് അടുത്ത് കൊണ്ടുവരണം. തെലുങ്കിലൊക്കെ കൊണ്ടുവരും. അവർക്ക് പൈസക്ക് കുഴപ്പമില്ല. ഇവിടെ അങ്ങനെയല്ല. പക്ഷെ തിയേറ്ററിൽ പോയി കാണാണ്ട പടമാണ്. ഞാൻ ഒരിക്കൽ കൂടെ പോയി കാണാം. തിയേറ്റർ വാച്ച് 2 തവണ എല്ലാവരും 3 തവണയൊക്കെ പോകാനുള്ളതുണ്ട്. ഇനി നമുക്ക് മനസ്സിലായി ഇതാണ് കഥ. ഇനി നമ്മൾ പോയി കൂളായിട്ടൊന്ന് കാണാം. മറ്റേന്ന് പറഞ്ഞാൽ അടുത്തെന്തോ നടക്കും, അടുത്തെന്തോ നടക്കും. സത്യം 3 മണിക്കൂർ പോയതറിഞ്ഞു. മാതിരി പോക്കായിരുന്നു.
സാധാരണ ഓരോ പടങ്ങൾ വന്ന് നെഗറ്റീവ് പറയുമ്പോഴത്തേക്കും ഇത് എന്തായാലും ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്ന് കാണുവാന്നുള്ള പറച്ചിലാണ്. ഇതില് നമുക്ക് അങ്ങനെ ഒരു പറച്ചിൽ വരുന്നില്ല. നമ്മളിരുന്ന് കണ്ടു പോകും. അടുത്ത എന്താണ് പിന്നെ detailing ഒക്കെ നന്നായി തീർന്നു കഴിയുമ്പോഴേ നമുക്ക് ഡീറ്റെയിലിംഗ് കൊണ്ട് ഈ പടത്തിൽ കുറെ നല്ല രീതിയിലുണ്ട്. പക്ഷെ നമ്മളത് ഇപ്പൊ ഫസ്റ്റ് പടം കാണുമ്പോൾ ഒന്നും മനസ്സിലായി. രണ്ടാമത് ഇതൊക്കെ നിർത്തി ഒന്നൊന്ന് നോക്കി കഴിഞ്ഞാൽ കുറെ ഉണ്ട്. അത് ഈ പൃഥ്വിരാജ് ലൂസിഫറിലും പറഞ്ഞില്ല, എന്റെ പടം 1-2 പ്രാവശ്യമൊക്കെ ഇരുന്ന് കണ്ടാലേ അതിനകത്തുള്ള ലെയർ കുറെയൊക്കെ മനസ്സിലാവും എന്നുള്ളത്. അത് ഇതിനകത്തും ഉണ്ട്, കുറെ പരിപാടികളുണ്ട്. പിന്നെ ഇതെല്ലാം വെച്ചിട്ട് ഒന്ന് കണക്ക് നോക്കിയിട്ട് നമ്മൾ OTT ഒക്കെ വരുമ്പോൾ പറയും അല്ലേടാ. പിന്നെ വേറെ ആൾക്കാരുടെ എക്സ്ക്ലൂസീവ് ന്യൂസ് നമ്മൾ പറയും. തേർഡ് പാർട്ടിന്റെ പേരാണ് ഇസ്രയേൽ. അതെങ്ങനെ കണ്ടുപിടിച്ചെന്ന് ചോദിച്ചാൽ എങ്ങനെ പാട്ടിൽ പറയും. കാരണം ലൂസിഫർ ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയപ്പോ എമ്പുരാന് പാട്ടുണ്ട്. ഇതില് വേറൊരു പാട്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഒരു സാത്താന്റെ വേറൊരു പേരാണ്. ഇതന്നെ സംഭവം. അപ്പോ ഇതൊക്കെ തന്നെ എന്തായാലും എമ്പുരാൻ നമ്മൾ തിയേറ്ററിൽ പോയി കാണണം. കോമിയോ റോള് പറ. കോമിയോ അല്ല മച്ചാ, അത് ക്യാമിയോ. ആ കോമിയോ ക്യാമിയോ റോളിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് അവസാനം വന്ന ആ റിക്യുവിനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്നല്ല അമീർ ഖാൻ വന്നാലും കുഴപ്പമില്ല, ഷാറൂഖ് ഖാൻ അതിൽ കമലഹാസൻ വന്നാലും അതിലും നല്ലത് ആന്റണി പെരുമ്പാവൂരായിരുന്നു. ആന്റണി പെരുമ്പാവൂരിന്റെ ക്യാമിയാണെന്ന് നിതിൻ വരേണ്ടത് സമ്മതിച്ചു. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള ഒരാളെ കൊണ്ടുവച്ചെങ്കിൽ കുറച്ചും കൂടെ ഫയർ ആയാന്. ഇതിപ്പോ നമുക്ക് എന്ന് വെച്ചാൽ നമ്മളിത് കണ്ടതിന് ശേഷം പോയി സെർച്ച് ചെയ്യേണ്ടി വരും, മനസ്സിലായി ഇത് ആരാണെന്ന്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഇമ്പാക്ട് പോകും. നമുക്ക് ആദ്യം ചെയ്താലും വലിയ ഇമ്പാക്ട് എവിടെ തോന്നും. സത്യം അവര് നമുക്കൊന്നും തോന്നില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണോ. അതിന് ഇവര് അതിന് ഹൈപ്പിനാണ് കാരണം ബാക്ക് തിരിച്ചിട്ട് വലിയ സംഭവമായിട്ട് കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നല്ലേ നമ്മളൊക്കെ ഒരാള് ആ ബാക്ക് കണ്ടപ്പോ തന്നെ എന്നിട്ട് പലരും പറയുന്നത് അത് ആരെന്ന് പറയരുത്, അത് ആരെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആൾക്കാർ സെർച്ച് ചെയ്ത് പോയി കണ്ടെങ്കിൽ പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല ഇതാരാന്ന്. സ്വാമി സിനിമ ഓവറായിട്ട് കാണുന്ന കുറെ മറ്റവർക്ക് മനസ്സിലാവും. നമുക്കിപ്പം അവനെ ആ ഫസ്റ്റ് ടൈം കണ്ട ലുക്കൊന്നും അല്ല ഇതില്. വേറെന്തോ ലുക്ക് ഒരുമാതിരി വേറെ ഇവിടെയൊക്കെ വെച്ച് ഇങ്ങനെ ഒരു സാധനമായി ജോലനൊക്കെ മാറി. അത് ആരെങ്കിലും ഒരു പരിചയമുള്ള ഒരാളെ കൊണ്ട്. പക്ഷെ നമ്മള് സർപ്രൈസ് ആയിട്ടൊരു ക്യാമിയോ വേറൊരാളുണ്ട്. ഇതാണ് 6 മണിക്ക് FDF കൊണ്ടുപോകാത്തത്. നീ പലതും മറന്നു പോയിരിക്കണം. പടം ഇങ്ങനെ ഉറങ്ങി. അയ്യോ പടം കണ്ടുറങ്ങിയെന്നല്ലോ. പടം കഴിഞ്ഞ് വന്ന് ഇവിടെ കിടന്നുറങ്ങി. എല്ലാം മറന്നുപോയി. നമ്മള് സത്യം പറഞ്ഞാൽ സ്പോയിലർ വീഡിയോ ചെയ്യണം എന്നാണ്. കാരണം എല്ലാവരും ഇനി ഭയങ്കര നെഗറ്റീവ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയാണ് നല്ലൊരു പടമാണ്. കുറച്ച് സാധനങ്ങൾ ഇപ്പം നമ്മള് എന്താ ഹൈപ്പിനൊത്തൊരു സാധനം കിട്ടിയില്ലെങ്കിലും തിയേറ്റർ വാച്ച് പടമാണ്. നമുക്ക് വീണ്ടും വേണമെങ്കിൽ കാണാം. ചിലപ്പോൾ ഇത് OTT ഇറങ്ങുന്ന ആൾക്കാർ വേണമെങ്കിൽ റിപ്പീറ്റ് അടിച്ച് ഈ പടം കാണാം. ഭയങ്കര OTT-യിൽ എത്ര റിപ്പീറ്റ് വന്നായി ഇറക്കുമെന്ന് അറിയത്തില്ല. കാശ് മേടിച്ചിട്ടുള്ളൂ ഇവന് വേറെ കാശ് കൊടുത്ത് കാശ് ഇവൻ എന്തോ ഇവൻ മറ്റേ മാരകം പ്രതീക്ഷിച്ചു, മനസ്സിലായോ? ഇവൻ മറ്റേ ബ്രഹ്മാണ്ടം ഞാൻ മാരകം പ്രതീക്ഷിച്ചു. KGF-ന്റെ തട്ടിൽ ഇതാക്കാൻ വേണ്ടി വെച്ച് KGF-ന്റെ തട്ട് ഞാൻ മാരകം പ്രതീക്ഷിച്ചത് എനിക്ക് ആ ഇൻട്രോയിൽ തന്നെ കിട്ടി. സാറ്റിസ്ഫൈഡ്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. പുള്ളിയുടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇറക്കി അടിപൊളി സൂപ്പർ ബ്രഹ്മാണ്ടം. അങ്ങനെയല്ല എനിക്ക് എന്റെ ഒരു കാഴ്ചപ്പാട്. ഞാൻ സിനിമ കാണുന്നവരായിട്ട് എനിക്ക് അതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ഒരു സിനിമ കണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് അതിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റണം, അതിനെ കുറിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം, അതിനെ എക്സൈറ്റ്മെന്റ് ചെയ്യിപ്പിക്കണം. കുറെ പടം കണ്ടിട്ട് എന്തിന് വെറുതെ കണ്ട് അങ്ങനെ പോകും, മനസ്സിലായോ? സിനിമയെ പറ്റി ഒരുപാട് പറയാം. ഇപ്പൊ എനിക്കൊരു സിനിമ കാണുമ്പോൾ അത് സംസാരിക്കാൻ പറ്റണം. ഇതിൽ അത് എനിക്ക് ഹാപ്പിയാണ്. അതുകൊണ്ട് ഇത് മോശമാണോ ഇല്ലെന്നല്ല, ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റണം, ഓരോ കാര്യങ്ങൾ പറയാൻ പറ്റണം, അറിയാത്തത് അറിയാൻ പറ്റണം. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പഠിപ്പിക്കണം. ഒരു റിസർച്ചബിൾ മെറ്റീരിയൽ ആയിരിക്കണം അത്. അതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റണം. അങ്ങനെയൊക്കെ ഒരു സിനിമ എന്നെ ഭയങ്കര ഇത് മാത്രം ഒരു മ്യൂസിക് മാത്രം ശ്രദ്ധിച്ചു വാച്ച് ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഇരിക്കും, അതിന്റെ എഡിറ്റിംഗ് മാത്രം ശ്രദ്ധിച്ച് വാച്ച് ചെയ്ത് എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഈ ഡീറ്റെയിൽസിങ് കാണാൻ വേണ്ടി മാത്രം അത് കണ്ടത് എങ്ങനെ ഇരിക്കും. ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനത്തെ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ. പിന്നെ എനിക്ക് തോന്നിയിട്ടില്ല എന്താ വെച്ചാൽ ലൂസിഫറും ഇതും രണ്ടും കൂടിയിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ആക്ച്വലി രണ്ടും നല്ല പടമാണ്, പക്ഷെ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ അത് വന്നിട്ട് അത് ഇങ്ങനെയാണ് അതെങ്ങനെയാണ് അതെങ്ങനെയാണ് അത് സ്റ്റീഫന്റെ ഏരിയ, ഏരിയ. ഇത് എങ്ങനെയായിരിക്കും ഈ ലോകം? 80% കേരളവും ബാക്കി 20% ആണ് ബാക്കി വേൾഡും കാണിച്ചത്. എല്ലാവർക്കും പെട്ടെന്ന് കണക്ട് ആവാൻ മനസ്സിലാവും ഇതാണ് കഥ. ഇവിടെ 80% കുറേഷ്യ അബ്രഹാം, 20% മാത്രം എതിരാളിയും കൂടെ വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ദേശിക്ക് ഒത്ത എതിരാളി വന്നപ്പോഴത്തേക്കും പടം തീർന്നു.
പടം കഴിഞ്ഞു. പടത്തിലറിയാം ഒത്ത എതിരാളിയായിരുന്നു. മൊത്തം എതിരാളിയാണോ അതോ മൊത്തം എതിരാളികളാണോ? അപ്പോ ഇത്രയൊക്കെ തന്നെ മതി. ഇത്രയൊക്കെ തന്നെ. ഇതൊരു ലോങ് വീഡിയോ ആണ്. ഫുള്ളിരുന്ന് പടം കണ്ടവർ മാത്രം ഫുള്ളിരുന്ന് കാണും. സ്പോയിലർ ആണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ അപ്പൊ ശരി, അത്രയൊക്കെ ഉള്ളൂ. ബൈ. താങ്ക് യു. ഡു ഫുൾ ഓക്കെ ആയിരിക്കും. ചെണ്ട കൊട്ടടാ, ചെണ്ട കൊട്ടടാ, മുടി കഴിച്ചാടി വാ, മുലപ്പൂ ചൂടി വാ.